RSSന് ഇന്ന് 100ാം പിറന്നാളാണ്. അതായത് ഇന്നേക്ക് RSS ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്ഥാപിതമായിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് RSSൻ്റെ മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യമെമ്പാടും വിപുലമായിട്ടുള്ള കരഘോഷത്തോടു കൂടിയാണ് പല രീതിയിലുള്ള പരിപാടികളും നടക്കുന്നത്. അതേസമയം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ പോലീസുകാരോടക്കം പറഞ്ഞിരിക്കുന്നത് RSSുമായി അകലം പാലിക്കണം എന്നുള്ളതാണ്. നാൾക്ക് നാൾ ഈ സംഘടന ശക്തിപ്പെടുകയും അതിൻ്റെ പരമവൈഭവത്തിലേക്ക് എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS, നാഷണൽ വോളണ്ടിയർ ജൂനിയർ അല്ലെങ്കിൽ നാഷണൽ വോളണ്ടിയർ കോർപ്സ്, ഇന്ത്യയുടെ വലതുപക്ഷ ഹിന്ദുത്വ വോളണ്ടിയർ അർദ്ധ സൈനിക സംഘടനയാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളിലും സാന്നിധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സംഘടന കൂടെയാണ് RSS എന്ന് പറയുന്നത്. സംഘ കുടുംബം എന്നതിൻ്റെ ഹിന്ദിയാണ് സംഘ പരിവാർ എന്നുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയും ആ പാർട്ടി ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും RSSൽ ബാക്കിങ്ങിലാണ് നിൽക്കുന്നത് എന്നുള്ളതും RSS എത്രത്തോളം പവർഫുള്ളാണ് ഈ ലോകത്തിൽ എന്നുള്ളത് എടുത്തു കാട്ടുന്നു. മോഹൻ ഭാഗവതാണ് നിലവിൽ RSSൻ്റെ സർസംഘ ചാലക്. ദത്താത്രേയ ഹൊസബള സർക്കാര്യവാഹക്കായും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 1925 സെപ്റ്റംബർ 27 സ്ഥാപിതമായിട്ടുള്ള സംഘടനയുടെ പ്രാരംഭ ലക്ഷ്യം സ്വഭാവ പരിശീലനം നൽകുകയും ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുകയും ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമായി ഹിന്ദു അച്ചടക്കം വളർത്തിയെടുക്കുക എന്നുള്ളതുമായിരുന്നു. ഹിന്ദു സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നതും ഒരു ഇന്ത്യൻ സാംസ്കാരികവും അതിൻ്റെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒരു ആദർശത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുമാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മറുവശത്ത് RSSനെ ഹിന്ദു മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായത് എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു സംഘടനയായും RSSനെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ RSSനെ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ RSS ബ്രിട്ടീഷ് രാജ്യവുമായി സഹകരിച്ചു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചില്ല എന്ന പല കുറി RSS വ്യാജ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് RSSൻ്റെ വളർച്ച കണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ അങ്ങനെ പരത്തിവിടുന്നതാണ്. സ്വാതന്ത്ര്യാനന്തരം സ്വാധീനമുള്ള ഒരു ഹിന്ദു ദേശീയ സംഘടനയായി RSS വളർന്നു. അതിൻ്റെ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി നിരവധി സ്കൂളുകൾ, ചാരിറ്റികൾ, ക്ലബ്ബുകൾ എന്നിവ സ്ഥാപിച്ച് നിരവധി അനുബന്ധ സംഘടനകൾക്ക് ജന്മം നൽകി. 1947 4 ദിവസത്തേക്ക് RSS നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സർക്കാർ 3 തവണയാണ് RSSനെ നിരോധിച്ചത്. അതിനുശേഷം RSS അതിൻ്റെ പരമവൈഭവത്തിലേക്ക് ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും RSSൻ്റെ നേതാവാണ് നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 1948 ഇതിനെ നിരോധിച്ചത്. പിന്നീട് അടിയന്തരാവസ്ഥയിൽ നിരോധിച്ചു. 1992 ബാബറി മസ്ജിദ് ആ വിഷയം വന്നപ്പോൾ 3ാം തവണ RSSനെ നിരോധിച്ചു. പക്ഷേ RSS വീണ്ടും വളർന്നു പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനും ഭൂരിപക്ഷ സമുദായത്തിന് പുതിയ ശാരീരിക ശക്തി നൽകുന്നതിനുമെതിരായി സ്ഥാപിതമായ ഒരു സംഘടനയാണ് RSS എന്നുള്ളതാണ് എപ്പോഴും ഇവിടെയുള്ള RSS വിരുദ്ധർ എപ്പോഴും മുന്നിലേക്ക് വയ്ക്കുന്ന RSSനെതിരെ വയ്ക്കുന്ന ഒരു വലിയ രീതിയിലുള്ള വാദം എന്ന് പറയുന്നത്. പക്ഷേ അത് RSSന് ഗുണകരമായി മാറിയിട്ടുണ്ട്. പക്ഷേ RSS എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഹിന്ദു സംഘടനയല്ല, മറിച്ച് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സംഘടനയാണ്, ഈ ഭാരതഭൂമി, ഈ മണ്ണാണ് ഞങ്ങളുടെ അമ്മ എന്നാണ് RSS പറയുന്നത്. ഈ മണ്ണിൽ ജീവിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ മണ്ണിൻ്റെ മക്കളാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അമ്മയുടെ മുതുകത്ത് കുത്തുന്നവരെല്ലാം തന്നെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നാണ് RSS നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ മുതുകിൽ കുത്തുന്ന ആൾക്കാർക്ക് RSS എന്നും ശത്രുക്കളാണ്. അതായത് സ്വന്തം അമ്മയുടെ മുതുകിൽ കുത്തുന്ന ആൾക്കാർക്കും മറ്റാർക്ക് മുന്നിലും ഞാൻ തലകുനിക്കില്ല, അങ്ങനെയാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന ചില മതമൗലികവാദികൾക്കും RSS എന്നും ശത്രുക്കൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട. അതായത് രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്ന ആൾക്കാർക്ക് എന്നും RSS ശത്രുസ്ഥാനത്ത് തന്നെയാണ്. 1920 തിലകൻ്റെ മരണത്തിന് ശേഷം നാഗ്പൂരിലെ തിലകൻ്റെ മറ്റനുയായികളെ പോലെ ഹെഡ്ഗേവാറും മഹാത്മാഗാന്ധി സ്വീകരിച്ച ചില പരിപാടികളെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ നിലപാട് ഹെഡ്ഗേവാറിനെ ആശങ്കപ്പെടുത്താൻ കാരണമായി. കൂടാതെ ഗോ സംരക്ഷണം കോൺഗ്രസ് അജണ്ടയിൽ ഇല്ലായിരുന്നു എന്ന വസ്തുതയും അങ്ങനെ തന്നെയായിരുന്നു. ഇത് ഹെഡ്ഗേവാറിനെയും മറ്റ് തിലകികളെയും ഗാന്ധിയുമായി വേർപിരിയാൻ പ്രേരിപ്പിച്ചു. എന്തായാലും ഇതോടുകൂടി
ഈ സംഘടനയുടെ ഒരു വലിയ രീതിയിലുള്ള ആശയം അവിടെ ഉരുത്തിരിയുകയാണ്. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഹെഡ്ഗേവാർ 2-3 കുട്ടികളെയും വിളിച്ചുകൊണ്ട് ആദ്യമായി ഒരു ശാഖ തുടങ്ങുകയാണ്. അന്ന് തുടങ്ങിയ ആ ഒരു പ്രചോദനമാണ്, ആ ഒരു ഫയറാണ് ഇന്നൊരു കാട്ടുതീയായി ഈ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച് ഈ രാജ്യത്തിന് കവചമൊരുക്കി RSS എന്ന പേരിൽ, സംഘപരിവാർ എന്നവർ പറഞ്ഞ പേരിൽ രാജ്യദ്രോഹികളുടെ പേടി സ്വപ്നമായി ഇന്ന് ഈ രാജ്യത്തിൻ്റെ ശക്തിയായി വിരാജിക്കുന്ന ഈ സംഘടന. ന്യൂസ് ഡെസ്ക്.